നമസ്കാരം. വിഷ്ണുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലേക്ക് വാസ്തുവിന് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലേ? വാസ്തുശാസ്ത്രത്തിൽ ദിശകൾ വളരെ പ്രധാനമായി കണക്കാക്കപ്പെടുന്നു. വാസ്തുപ്രകാരം ഒരു വീടിന്റെ സാമ്പത്തിക സ്ഥിതി വടക്ക് കിഴക്ക് ദിശയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വീടിന്റെ ഈ ദിക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വാസ്തുദോഷമുണ്ടായാൽ സാമ്പത്തിക സ്ഥിതി തകരാർ തുടങ്ങുമെന്നാണ് വിശ്വാസം. ഇതോടൊപ്പം വീട്ടിൽ ദുരിതങ്ങളും ഉണ്ടാവുകയും ചെയ്യും. വീട് പണിയുമ്പോൾ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും ദിശകൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് പല പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനാവുള്ളൂ. വാസ്തുപ്രകാരം വീടിന്റെ വടക്ക് ദിശയിൽ ചില കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. കുബേരന്റെ അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് സമ്പത്ത് ഒഴുകി വരുമെന്നും അത്തരത്തിൽ ചില വസ്തുക്കൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. വടക്ക് ദിശയുടെ പ്രാധാന്യം. നവഗ്രഹ മണ്ഡലത്തിലും വാസ്തുവിലും വടക്ക് ദിശയാണ് ഏറ്റവും പ്രധാനമായി കണക്കാക്കുന്നത്. മറുവശത്ത് നമ്മൾ ആത്മീയപരമായി നോക്കുകയാണെങ്കിൽ ഇതിന് രണ്ടിനും പ്രത്യേക കാരണങ്ങളുണ്ട്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ശിവൻ കുടികൊള്ളുന്ന ഹിമാലയമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതുകൂടാതെ ശിവനോടൊപ്പം തന്നെ സമ്പത്തിന്റെ ദേവതനായ കുബേരനും ഇവിടെ വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ കാരണത്താൽ വീടിന്റെ വടക്ക് ദിശയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. വീടിന്റെ വടക്ക് ഭാഗം അടയ്ക്കരുത് എന്നാണ് പറയുന്നത്. ഈ ദിശയിൽ അബദ്ധവശാൽ പോലും ടോയ്ലറ്റും ശുചിമുറിയും ഉണ്ടാവരുത്. ഈ ദിശയിൽ വലിയ ഫർണിച്ചർ സൂക്ഷിക്കരുത്. ഈ സ്ഥലം എപ്പോഴും തുറന്നതും വൃത്തിയുള്ളതുമായി സൂക്ഷിക്കുക. വടക്കോട്ട് അഭിമുഖമായി ഒരു ശിവലിംഗം സ്ഥാപിക്കുക. വീടിന്റെ വടക്ക് ദിശയിൽ ശിവലിംഗം വെക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. പണം വരികയും പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ വീടിന്റെ വടക്ക് ദിശയിൽ ശിവലിംഗം വെക്കണം എന്നാണ് പറയുന്നത്. വാസ്തുപ്രകാരം വീടിന്റെ വടക്ക് ദിശയിൽ നീല നിറത്തിലുള്ള പിരമിഡ് സ്ഥാപിക്കുന്നത് ശുഭകരമായി കരുതുന്നു. വെള്ളി, പിച്ചള, ചെമ്പ് എന്നിവ കൊണ്ടുണ്ടാക്കിയ പിരമിഡ് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കാം. സാധാരണ ഇത് വീടിന്റെ വടക്ക് ദിശയിൽ വെക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്താൽ വീടിന്റെ പണത്തിനും ധാന്യത്തിനും ഒരു കുറവും ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. ഇതുകൂടാതെ നിങ്ങളുടെ കുട്ടിയുടെ സ്റ്റഡി ടേബിളിൽ ഒരു പിരമിഡ് സൂക്ഷിക്കുന്നത് പഠനത്തിൽ അവരുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വാസ്തുപ്രകാരം വീടിന്റെ വടക്ക് ദിശയിൽ ഒരു ചില്ല് പാത്രം വെക്കുക. അതിൽ ഒരു വെള്ളി നാണയം ഇടുക. ഇങ്ങനെ ചെയ്താൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എക്കാലവും നിങ്ങളിൽ നിലനിൽക്കും എന്നാണ് വിശ്വാസം. വീടിന്റെ വടക്ക് ദിശയിൽ തുളസി ചെടി നടുന്നത് ശുഭകരമായി കണക്കാക്കുന്നു. തുളസി ചെടിയുടെ അറ്റത്ത് സ്ഥിരമായി നെയ്വിളക്ക് കത്തിച്ചാൽ വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കുന്നതായിരിക്കും. വേദങ്ങൾ കുബേരനെ സമ്പത്തിന്റെ അധിപനായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ വടക്ക് ദിശയുടെ അധിപകൻ കൂടിയാണ് കുബേരൻ. വീടിന്റെ വടക്ക് ദിശയിൽ ഒരു നിലവറയോ ലോക്കറോ സൂക്ഷിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരിക്കലും വീട്ടിൽ പണത്തിന് ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. വാസ്തുശാസ്ത്രം അനുസരിച്ച് ലക്ഷ്മി ദേവിയുടെയും ഗണപതിയുടെയും വിഗ്രഹം ഒരുമിച്ച് വീട്ടിൽ സ്ഥാപിക്കുക. കൂടാതെ ദിവസവും വൈകുന്നേരം ഇതിനു മുന്നിൽ മൺവിളക്ക് കൊളുത്തുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ വീട്ടിലെ എല്ലാ ദോഷങ്ങളും സ്വയം അവസാനിക്കുന്നതായിരിക്കും. പഠിക്കുന്ന കുട്ടികൾ ഉള്ള വീട്ടിൽ വടക്ക് ദിശയിൽ തത്തയുടെ ചിത്രം വെക്കുന്നത് വളരെയധികം ശുഭകരമാണ്. വാസ്തുപ്രകാരം വടക്ക് ദിശയിൽ തത്തയുടെ ചിത്രം വെച്ചാൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത് വളരെയധികം ഗുണം ചെയ്യുന്നതും ആയിരിക്കും. വാസ്തുശാസ്ത്ര പ്രകാരം ലോഹ ആമയെയും മത്സ്യത്തെയും വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെയധികം ശുഭകരമാണ്. ലോഹത്തിൽ നിർമ്മിച്ച ആമയും മത്സ്യവും എപ്പോഴും വടക്ക് ദിശയിൽ സൂക്ഷിക്കണം. ഇത് ദാരിദ്ര്യത്തെ അകറ്റുകയും വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരികയും ചെയ്യുന്നു. ആമയെ സൂക്ഷിക്കുന്നത് വീട്ടിൽ സന്തോഷവും ഐശ്വര്യം കൊണ്ടുവരിക മാത്രമല്ല, വാസ്തുദോഷങ്ങൾ അകലാനും ഗുണകരമായി കണക്കാക്കപ്പെടുന്നു. സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവതയാണ് ലക്ഷ്മി. വടക്ക് ദിശയിൽ സമ്പത്തിന്റെ ദിശയായി കണക്കാക്കപ്പെടുന്നു. വാസ്തുപ്രകാരം വടക്ക് ദിശയിൽ താമരയിൽ ഇരിക്കുന്ന രീതിയിലുള്ള ലക്ഷ്മി ദേവിയുടെ ചിത്രം സ്ഥാപിക്കുക. കൈകൊണ്ട് സ്വർണ്ണ നാണയങ്ങൾ വർഷിക്കുകയും ചെയ്യണം. ഇങ്ങനെ വാസ്തുശാസ്ത്രം അനുസരിച്ചുള്ള ലക്ഷ്മി ദേവി ചിത്രം
വയ്ക്കുന്നതിലൂടെ സമ്പത്ത് നൽകി ലക്ഷ്മി ദേവി നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. വാസ്തുശാസ്ത്രം അനുസരിച്ച് നിങ്ങൾക്ക് വീട്ടിൽ സമ്പത്ത് നിലനിൽക്കണമെങ്കിൽ വീടിൻ്റെ വടക്ക് ദിശയിൽ ഒരു മൺപാത്രത്തിലോ വെള്ളം നിറച്ച പാത്രമോ സൂക്ഷിക്കണം. ഒരിക്കലും പണത്തിന് ഒരു കുറവും ഉണ്ടാകുകയില്ല. പാത്രമോ കുടമോ സൂക്ഷിക്കുമ്പോൾ അത് ശൂന്യമാക്കരുത് എന്ന് ഓർമ്മിക്കേണ്ടതാണ്. അതിൽ വെള്ളം എപ്പോഴും കുറയാതെ എപ്പോഴും വെള്ളം പുതിയത് മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. ഈ പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ വടക്ക് ദിശ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തിൻ്റെ ഒരു തരം ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. സമ്പത്തിൻ്റെ അധിപനായ കുബേര ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.